ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ നീറ്റ് മുഖമൊക്കെ നന്നായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ, ആ ഉറക്കമപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ ഉമ്മറപ്പടിയിൽ പോയിട്ട് കുറച്ച് നേരം ഇരിക്കും കേട്ടോ. ഇടത്തേയും വീണ്ടും കൂടെ ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം. എന്നിട്ട് അടുക്കളപ്പണി ബാക്കിയുള്ളത് നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇരുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പാലെടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഞങ്ങളുടെ ഇത് ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പരിഹരിക്കാം. പിന്നെ ഇതിൽ അത്യാവശ്യം റീച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലോങ് വീഡിയോ ഇനിയും ചെയ്യാം. പിന്നെ ഇതാ ഇടത്തേമ്മ ഇതാ പാല് തിളപ്പിക്കാൻ വെച്ചു. ആ നേരം കൊണ്ട് ഇതാ ഞാൻ മാവ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ദോശയ്ക്ക്. നമ്മുടെ വീഡിയോ കാണുന്ന പകുതി മുക്കാൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നാൽ നമുക്ക് പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു മോട്ടീവ് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഏടത്തിയമ്മ ദോശ ചുടുന്നുണ്ടേ. അപ്പോൾ അവിടെ ഏടത്തിയമ്മ ദോശ ചുരുട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ചമ്മന്തിക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ സിമ്പിളായിട്ടൊരു ചമ്മന്തി അരയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉണക്കമുളകും സവാളയും തക്കാളി ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ട് വാട്ടുണ്ടേ. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറാൻ വെക്കാം. അപ്പോൾ ഇതിൽ മല്ലിത്തല വേണമെങ്കിൽ കേട്ടോ. എൻ്റെ അടുത്ത് മല്ലിത്തല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല, ഉള്ളവർ ഇട്ടോളൂ. അപ്പോൾ എടുത്തിയമ്മ ചട്നിക്കുള്ള തേങ്ങ ചിരകുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഇതാ ചമ്മന്തിക്കുള്ളത് അരയ്ക്കട്ടെ. അപ്പോൾ ചമ്മന്തിക്കുള്ളത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഇതാ എടുത്തിയമ്മ ഇതാ ചട്നിക്കുള്ളത് അരയ്ക്കണ്ടേ. മിക്സിയിൽ എന്തരയ്ക്കുമ്പോൾ എനിക്ക് ക്ഷേത്രനെ ഓർമ്മ വരും കേട്ടോ. കാരണം മിക്സിയുടെ സൗണ്ട് കേട്ടോ ക്ഷേത്രം എവിടെ നിന്നാണോ അവിടെ നിന്ന് ഓടി വന്ന് എൻ്റെ ഒക്കത്ത് കയറി ഇരിക്കും കേട്ടോ. എന്നിട്ട് അവൾക്ക് കൈ പിടിച്ചിട്ടൊന്ന് അരയ്ക്കണം, എന്നാലേ സമാധാനമാവുള്ളൂ. അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തിയത്? അപ്പോൾ ചട്നിയുടെ കാര്യം. അപ്പോൾ അത് എടുത്തിയമ്മ അതാ ചട്നിക്ക് വറുത്തിരുന്നുണ്ടേ. അപ്പോൾ പലഹാരപ്പണിയൊക്കെ കഴിഞ്ഞു കിട്ടോ. എന്നിട്ട് കയ്യോടെ ചോറിനുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ടേ. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിയുമ്പോൾ നല്ല വിശക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോൾ ക്ഷേത്രക്കുട്ടറെ സൗണ്ട് കേട്ട് വന്ന് നോക്കുമ്പോൾ എണീച്ച് കിടക്കുന്നുണ്ടേ. പിന്നെ അവളുടെ കുറച്ച് നേരം കളിച്ചും ചിരിച്ചിട്ടൊക്കെ കുറച്ച് നേരം അവിടെ തന്നെ കിടക്കും കേട്ടോ. എന്നും ഇങ്ങനെ നല്ല സ്വഭാവത്തിലൊന്നും അല്ല കേട്ടോ. നീക്ക് ഇടയ്ക്ക് നല്ല വാശിയാട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നടക്കുമ്പോൾ ശരിയാവും. അപ്പത്തിന് ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് അരി ഇട്ടു കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റും കേട്ടോ. കുട്ടികളുകൊണ്ട് പെട്ടെന്ന് മുഷിയേ. ഇടയ്ക്ക് 3 ദിവസം കൂടുമ്പോഴും മാറ്റാറുണ്ടേ. പിന്നെ ഈ ബെഡിൽ ബെഡ്ഷീറ്റ് ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും പിന്നെ മാറ്റിയല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ എലാസ്റ്റിക് ബെഡ്ഷീറ്റാട്ടോ എപ്പോഴും യൂസ് ചെയ്യുക. ബെഡ്ഷീറ്റ് മൊത്തം ഞാൻ മീഷോന്നാട്ടോ വാങ്ങാറ്. മീഷോയിലാകുമ്പോൾ കുറച്ച് അഫോർഡബിളായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതെന്നാട്ടോ വാങ്ങാറ്. ഞാനത് അപ്പുറത്ത് ക്ഷേത്രടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിട്ടാട്ടോ ഇതൊക്കെ മടക്കണത്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് പുറത്ത് പോയി നോക്കിയപ്പോൾ ഏടത്തിയമ്മ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും ക്ഷേത്രയുടെ കളിപ്പാട്ടാട്ടോ ഉണ്ടാവുക. അപ്പോൾ ഏടത്തിയമ്മ അവിടെ അടിച്ചു പറ്റാൻ നേരം കൊണ്ട് ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിലൊന്ന് നോക്കിയപ്പോൾ വെളിച്ചെണ്ണ ആട്ടാനുള്ള തേങ്ങ പൊതിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും തേങ്ങ പൊതിച്ചത് കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ ഏടത്തിയമ്മയാണ് ഇതൊക്കെ പൊതിച്ചത് എന്ന്. പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി 2-3 പൊതിച്ചു, ജസ്റ്റ് ആക്ടിങ്. അപ്പോൾ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നീട് അടുക്കളയ്ക്ക് ചെന്നു. ഉച്ചഭക്ഷണത്തിനുള്ള കാര്യങ്ങളപ്പം നോക്കണ്ടേ. അപ്പോൾ ഇന്ന് മീനാട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ കുറച്ച് മീൻ എടുത്തിട്ട് ഞാൻ വറക്കാനുള്ളതിന് മസാല കൂട്ടുകയാണേ. അപ്പോൾ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വറക്കാം. കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ടിട്ട് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ. ആ നേരം കൊണ്ട് അടുത്തമ്മ മീൻ കൂട്ടാനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചിട്ടാട്ടൊന്ന് വെച്ചിട്ട് വറുത്തൊക്കെ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ചോറൊക്കെ ഊറ്റിയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ഒരു ഉച്ച വരെയുള്ള ഒരു ഇന്നത്തെ ദിവസം. അപ്പോൾ ഓക്കെ, ബൈ.